ശ്രീമന്നാരായണീയം ദശകം 14 കപിലാവതാരം ശ്ലോകം 3. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അലേഗദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗരുഡോപരി കാളമേഘകമ്രം വിലസത്കേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദമായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്നുണ്ടായ കർദമ പ്രജാപതി ബ്രഹ്മാവിന്റെ നിർദ്ദേശമനുസരിച്ച് സൃഷ്ടിയിൽ താല്പര്യത്തോടു കൂടിയവനായി ഭഗവാനെ 10,000 കൊല്ലം തപസ്സു ചെയ്തു. ഹേ വിഭോ, സർവവ്യാപിയായ ഭഗവാനെ, ത്വം നിന്തിരുവടി ഗരുഡോപരി, ഗരുഡ ഉപരി, ഇവിടെ ഗരുഡന്റെ പുറത്ത് കയറി കാളമേഘ കമ്രം, കമ്രം എന്ന് പറഞ്ഞാൽ മനോഹരം, കാളമേഘം കറുത്ത മഴക്കാറ് പോലെ, ആ മഴക്കാറ് പോലെ മനോഹരവും വിലസത് ശോഭിക്കുന്ന കേളി സരോജ പാണിപത്മം, കേളി സരോജം കളിത്താമരപ്പൂവ്, സരോജം എന്ന് പറഞ്ഞ താമരപ്പൂവ്, കളിയായിട്ട് ഒരു താമരപ്പൂവ്, പാണിപത്മം താമരപ്പൂ പോലെ ഉള്ള കയ്യില് ഇവിടെ ഭഗവാൻ ഒരു താമരപ്പൂ എടുത്തിരിക്കുകയാണ്. ഒരു കളി താമരപ്പൂവ് കയ്യിൽ എടുത്തിരിക്കുന്നതും ഹസിത ഉല്ലസിത ആനനം, ഹസിതം, ഹസിതം എന്ന് പറഞ്ഞ ചിരി, പുഞ്ചിരി, ഇവിടെ ഉല്ലസിതം ശോഭിക്കുന്ന, പുഞ്ചിരിയുടെ പ്രഭ പരന്ന് ശോഭിക്കുന്ന ആനനം മുഖത്തോട് കൂടിയതുമായ വപു സ്വരൂപം, തൻ്റെ ആ രൂപം. കർദമായ, കർദമന് ആവിഷ്കുരുഷേ സ്മ, കർദമന് പ്രത്യക്ഷമാക്കി. കർദമൻ ഏതു രൂപത്തിലാണ് ഭഗവാനെ ധ്യാനിച്ചിരുന്നത്, ആ രൂപമാണ് ഇവിടെ കർദമന്റെ മുന്നിൽ പ്രത്യക്ഷമായിരിക്കുന്നത്. ഇവിടെ ഗരുഡന്റെ പുറത്ത് കയറി മഴക്കാറിന്റെ നിറമുള്ള മനോഹരവും അതുപോലെ തന്നെ ഒരു കളി താമരപ്പൂവ്, ഒരു താമരപ്പൂവ് കയ്യിൽ എടുത്തിരിക്കുന്നതും പുഞ്ചിരിയോടുകൂടി ശോഭിക്കുന്ന ആ മുഖത്തോടു കൂടിയതുമായിട്ടുള്ള സ്വരൂപം. അങ്ങനെയുള്ള ഭഗവാൻ ഇവിടെ കർദമന്റെ മുന്നിൽ പ്രത്യക്ഷമായി. ഗരുഡന്റെ ചിറകടി ശബ്ദം സാമവേദ മന്ത്രങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ഗരുഡന്റെ പുറത്താണ് ഭഗവാൻ കയറി വന്ന് കർദമന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.